നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? എന്നാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് രഹസ്യ ട്രിക്കുകളുണ്ട്. അതിൽ 2 രഹസ്യ ട്രിക്കുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ ഈ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വന്നേക്കാം. പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല റിസൾട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് പെട്ടെന്ന് ആ ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ അതിനുള്ള ഒരു ഓപ്ഷന് നമ്മുടെ ഈ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സിസ്റ്റത്തിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ആക്കിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്ലിക്കേഷൻ നിങ്ങളെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവിടെ പോയാൽ മതി. നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് വേർക്കണമെന്നില്ല. അപ്പോൾ ഇത് അങ്ങനെയുള്ള ആപ്പുകൾ എവിടെയാണ് കിടക്കുന്നതെന്നും പിന്നെ നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിൽ എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലേ? ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് കാണും. അതും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓപ്ഷനുണ്ട്. കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻ മാത്രമല്ല, ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ സൗകര്യം തന്നിട്ടുണ്ട്. ഇതപ്പോൾ പലവർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യുക. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആ കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? എന്നാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാറുണ്ടല്ലേ? എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ ഈ സിമ്പിൾ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ കുറച്ച് താഴെ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും ഭയങ്കര പാടായിരിക്കും. എന്നാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ കാണാനും സാധിക്കും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട്. അത് ഏത് ഓപ്ഷൻ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. ശേഷം മറ്റത് പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസൊക്കെ വരുന്നത്. അവിടെ ഒരു പ്രൊഫൈലേക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യം. അപ്പോൾ ഇവിടെ മാനേജ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ദിസ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളാണല്ലോ. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനായിട്ട് നിങ്ങളിവിടെ ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ആയിട്ടുള്ള എല്ലാ ഡിവൈസിനെയും കാണിക്കും. അവിടെ ലാസ്റ്റ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിരവധി ആപ്പുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വീണ്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്
ഒരു യൂസും ചെയ്യാതെ കിടക്കുന്ന ആപ്പുകളുടെ ലിസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതേപോലെ എടുക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ തിരിച്ചും പ്ലേ സ്റ്റോറിൽ തന്നെ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു ശേഷം ഇവിടെ ഫയലിലേക്കാൻ ക്ലിക്ക് ചെയ്തു. ശേഷം ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന ഇതിൽ തന്നെ ഞാൻ ക്ലിക്കും ചെയ്തു. ശേഷം ഇവിടെ മാനേജ് എന്ന ഇതിൽ തന്നെ ഞാൻ മാറ്റിയും കൊടുത്തു. ശേഷം ഇവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ 3 ലൈൻസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ ലീസ്റ്റ് യൂസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ പറഞ്ഞത്. നിങ്ങൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റും ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റും ചെയ്യാം. ഇത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാളിലുള്ള ആപ്പുകളാണ്, പക്ഷെ നിങ്ങൾ ഇത് കൂടുതൽ യൂസ് ചെയ്യാത്ത ആപ്പുകളായതുകൊണ്ടാണ് പ്ലേ സ്റ്റോർ ഈ സെഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസും ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം. അതുവരെയും ബൈ പറയുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് എത്രത്തോളം എനിക്ക് വില തരണമുണ്ടെന്ന് വീഡിയോയ്ക്ക് വില തരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് നാളെ കാണാം. അതുവരേക്കും